ജ്യോതിഷത്തിൽ തിരുവാതിര നക്ഷത്രം രാഹുവിന്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിയും കഴിവും കൂടുതലായിരിക്കും. ഇവർക്ക് വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. വളരെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും ഇവർ പൊതുവെ സാമൂഹികമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നവരുമായിരിക്കും. സംസാരശേഷിയും വാക്സാമർഥ്യവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് നേതൃഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഇവർക്ക് കഴിയും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലപ്പോഴും പല മേഖലകളിലും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. അത് കല, ശാസ്ത്രം, സാഹിത്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലായിരിക്കാം. ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യ നമ്പറുകൾ ഉണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 4 രാഹുവിന്റെ സ്വാധീനമാണ് ഈ നമ്പറിന് കാരണം. ഭാഗ്യ നമ്പറുകൾ കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് 1, 3, 5, 7 എന്നീ നമ്പറുകളും അനുകൂലമാണ്. ഈ നമ്പറുകൾ അവരുടെ ജീവിതത്തിൽ പല രീതിയിലും സ്വാധീനം ചെലുത്തും. ഭാഗ്യ നമ്പർ 4 ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ തിരുവാതിര നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീയതി, സമയം, മറ്റ് നമ്പറുകൾ എന്നിവയിൽ 4 എന്ന അക്കം വരുന്നതിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിടുന്ന തീയതി എന്നിവ 4, 13, 22, 31 പോലുള്ള തീയതികളായി തിരഞ്ഞെടുക്കാവുന്നതാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ 4 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് ധനലാഭത്തിന് സഹായിക്കും. ഉദാഹരണത്തിന് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 4 എന്ന അക്കം വരുന്ന തുകകളിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ 4 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന നമ്പറുകൾ ഉപയോഗിക്കുക. വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുമ്പോൾ വീട്ടു നമ്പർ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അളവ് എന്നിവയിൽ 4 എന്ന അക്കം വരുന്നതിന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 4 എന്ന അക്കം വരുന്ന ഫ്ളാറ്റുകൾ, വീടുകൾ എന്നിവ തിരഞ്ഞെടുക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. വാഹനങ്ങൾ വാങ്ങുമ്പോൾ വാഹനത്തിന്റെ നമ്പർ 4 എന്ന അക്കത്തിൽ അവസാനിക്കുന്നതോ 4 എന്ന അക്കം വരുന്നതോ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. പേരുകളും കമ്പനി പേരുകളും തിരഞ്ഞെടുക്കുമ്പോൾ 4 എന്ന അക്കത്തിന് അനുയോജ്യമായ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് വിജയം കൊണ്ടുവരും. നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡുകൾ, പ്രധാനപ്പെട്ട രേഖകളുടെ നമ്പറുകൾ എന്നിവയിൽ 4 എന്ന അക്കം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നല്ല ഊർജം നൽകും. പൂജകൾ, പ്രാർത്ഥനകൾ, ധ്യാനം എന്നിവയ്ക്ക് 4 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. 4 ദിവസത്തെ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയോ 4 വിളക്കുകൾ കത്തിക്കുകയോ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇവർക്ക് പലപ്പോഴും ക്ഷമ കുറവായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരികയും ആത്മാഭിമാനം മുറിവേൽപ്പിക്കപ്പെട്ടാൽ പ്രതികരിക്കുകയും ചെയ്യും. ഇത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ക്ഷമ പരിശീലിക്കുന്നത് വളരെ പ്രധാനമാണ്. അവർ പലപ്പോഴും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്യാറുണ്ട്. ഇത് ജീവിതത്തിൽ അസ്ഥിരതകൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസമുട്ട്, ആസ്മ, അലർജി, തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ്. കൃത്യമായ വ്യായാമം, നല്ല ഭക്ഷണം എന്നിവയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ഇവർക്ക് ബന്ധങ്ങളിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരശേഷി കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള പ്രവണതയുണ്ടാകാം. അതുകൊണ്ട് ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവർക്ക് പണം കൈകാര്യം ചെയ്യുന്നതിൽ ചിലപ്പോൾ ശ്രദ്ധ കുറവുണ്ടായേക്കാം. അനാവശ്യമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകാം. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ഭാവിയിലേക്ക് പണം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും ചില ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ പരമശിവനാണ്. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശിവന് വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. തിരുവാതിര ദിനത്തിൽ ശിവക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും. രാഹുവിന്റെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് രാഹുവിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. രാഹു പൂജകൾ നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി സർപ്പക്കാവുകളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഗണപതി ഭജനം നടത്തുന്നത് എല്ലാ തടസ്സങ്ങളും നീക്കാൻ സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നതിനും ഇത് ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. രാഹു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാനും നല്ല ഊർജം കൊണ്ടുവരാനും സഹായിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗോമേതകം ധരിക്കുന്നത് നല്ലതാണ്. ഇത് രാഹുവിന്റെ ദോഷകരമായ ഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം രത്നം ധരിക്കുക. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ഭക്ഷണവും വസ്ത്രങ്ങളും ദാനം ചെയ്യുന്നത് നല്ലതാണ്. അരയാൽ പോലുള്ള മരങ്ങൾ നടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.
തുളസി പോലുള്ള ചെടികൾ നനയ്ക്കുന്നത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും. ശരീരവും മനസ്സും ശുദ്ധമായി സൂക്ഷിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക. അവരുടെ അനുഗ്രഹം തേടുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യവും മനസ്സും നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും. ധ്യാനം ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകുകയും ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങൾ അഥവാ ചരണങ്ങളുണ്ട്. ഈ പാദങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ബലങ്ങളുണ്ട്. തിരുവാതിര ആദ്യ പാദത്തിൽ ജനിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കൂടുതലായിരിക്കും. വ്യാഴം ജ്ഞാനം, വിവേകം, ധാർമ്മികത, ആത്മീയത എന്നിവയുടെ ഗ്രഹമാണ്. അതിനാൽ തിരുവാതിര 1-ാം പാദക്കാർ വളരെ അറിവുള്ളവരും കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുന്നവരുമായിരിക്കും. പഠനത്തിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും ഇവർ. ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സാധ്യതയുണ്ട്. സത്യസന്ധതയ്ക്കും നീതിക്കും വലിയ പ്രാധാന്യം നൽകുന്നു. തെറ്റായ കാര്യങ്ങളെ എതിർക്കാൻ ഇവർക്ക് മടിയില്ല. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉള്ളവരും സമൂഹത്തിൽ മാതൃകയാക്കാവുന്ന ജീവിതം നയിക്കുന്നവരുമായിരിക്കും. ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. മതപരമായ കാര്യങ്ങളിൽ ആഴത്തിൽ പഠനം നടത്താൻ സാധ്യതയുണ്ട്. വ്യാഴം ധനത്തിന്റെയും ഗ്രഹമാണ്. അതിനാൽ ഇവർക്ക് സാമ്പത്തികമായി നല്ല സ്ഥിതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിലൂടെയും തന്റെ അറിവിലൂടെയും ഇവർക്ക് ധനം സമ്പാദിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നതിൽ ഇവർക്ക് കഴിവുണ്ടാകും. അധ്യാപകർ, ഉപദേശകർ, മതപ്രഭാഷകർ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കുടുംബത്തോട് വളരെ സ്നേഹവും കടപ്പാടുമുള്ളവരായിരിക്കും. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. പൊതുവെ നല്ല ആരോഗ്യമുണ്ടാകും. എന്നിരുന്നാലും കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതവണ്ണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തിരുവാതിര 2-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ശനിയുടെ സ്വാധീനം കൂടുതലായിരിക്കും. ശനി കഠിനാധ്വാനം, അച്ചടക്കം, ക്ഷമ, യാഥാർത്ഥ്യബോധം, കർമ്മം എന്നിവയുടെ ഗ്രഹമാണ്. അതിനാൽ തിരുവാതിര 2-ാം പാദക്കാർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരും പരിശ്രമശാലികളുമായിരിക്കും. ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമിക്കാത്ത പ്രകൃതക്കാരാണ് ഇവർ. ചിട്ടയായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ ഇവർക്ക് കഴിവുണ്ടാകും. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണുന്നവരും പ്രായോഗികമായി ചിന്തിക്കുന്നവരുമാണ്. അനാവശ്യമായ സ്പന്ദനങ്ങൾക്ക് പിന്നാലെ പോകാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിത വിജയം നേടാൻ ഇവർ ശ്രമിക്കും. ഉത്തരവാദിത്ത ബോധം, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നവരായിരിക്കും. കാര്യങ്ങൾ നേടുന്നതിന് ക്ഷമയോടെ കാത്തിരിക്കാൻ ഇവർക്ക് കഴിയും. ദീർഘകാല പദ്ധതികളിൽ ഇവർ വിജയിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരുമാണ്. ധനം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. 3-ാം പാദത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ സ്വാധീനം കൂടുതലായിരിക്കും. എന്നാൽ ഇത് കുംഭം രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശനിയുടെ വ്യത്യസ്തമായ ഒരു ഭാവം ഇവർക്ക് കാണാൻ കഴിയും. കുംഭം രാശി സാമൂഹിക ബോധം, മാനുഷിക മൂല്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയുടെ രാശിയാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരും സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും. കൂട്ടായ്മകളെയും സംഘടനകളെയും ഇവർ ഇഷ്ടപ്പെടും. മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരും സഹാനുഭൂതിയുള്ളവരുമാണ്. നൂതനമായ ആശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും. സാങ്കേതിക വിദ്യയിലും കമ്പ്യൂട്ടർ മേഖലയിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ഈ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടാൻ ഇവർക്ക് കഴിയും. നല്ല സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുമാണ്. ശനിയുടെ സ്വാധീനം കാരണം ചിട്ടയായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. ഒരു കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധരായാൽ അത് പൂർത്തിയാക്കാൻ ഇവർ പരിശ്രമിക്കും. ചിലപ്പോൾ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസ്രാവം, കാൽമുട്ട് വേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. 4-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കൂടുതലായിരിക്കും. എന്നാൽ ഇത് മീനം രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വ്യാഴത്തിന്റെ വ്യത്യസ്തമായ ഒരു ഭാവം ഇവർക്ക് കാണാൻ കഴിയും. മീനം രാശി ആത്മീയത, സഹാനുഭൂതി, കല, ഭാവന, നിഗൂഢത എന്നിവയുടെ രാശിയാണ്. വളരെ ആത്മീയ ചിന്തകളുള്ളവരും ഭക്തരുമായിരിക്കും. മതപരമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള വിശ്വാസവും താല്പര്യവും ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ്. ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി സ്വപ്നങ്ങളിൽ ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളവരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പർ 4 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നമ്പർ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൊണ്ടുവരാൻ സഹായിക്കും. എങ്കിലും ഭാഗ്യ നമ്പറുകൾക്കപ്പുറം സ്വന്തം പരിശ്രമവും കഠിനാധ്വാനവും വളരെ പ്രധാനമാണ്. ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെയും തിരുവാതിര നക്ഷത്രക്കാർക്ക് വിജയകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി ചിന്തിക്കുകയും നല്ല പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുക.